രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായ സ്വത്ത് വിവരങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പരാതി നൽകിയത്. ഈ പരാതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാൻ പോകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതി പോയത്? ആ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 23.65 കോടിയുടെ സ്വത്തുണ്ട്. രാജ്യത്തിന് പുറത്തുള്ളതടക്കം 28.09 കോടിയാണ്. 13.69 കോടിയുടെ ജംഗമ ആസ്തിയാണുള്ളത്. 14.4 കോടി മൂല്യമുള്ള സ്ഥാവര ആസ്തിയുമുണ്ട്. മറ്റു കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലുള്ളത് 10.38 കോടി രൂപയാണ്. 3.35 ലക്ഷം വില മതിക്കുന്ന ആഭരണങ്ങളാണുള്ളത്. ഭാര്യയ്ക്കുള്ളത് 12.47 കോടിയുടെ സ്വത്തുമാണ്. കുടുംബത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് 36 കോടിയാണ്. 5 വർഷത്തിനിടെ ഈ ആസ്തി 29 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്നത് 10,000 രൂപയ്ക്ക് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് തനിക്കുള്ളതും എന്നാണ് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് പരാതി? അതിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ: 8,000 കോടി രൂപയെങ്കിലും ആസ്തിയുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് എന്നാണ് പരാതിയിൽ പറയുന്നത്. ബംഗളൂരുവിലെ കോടികൾ വിലയുള്ള സ്വത്ത് മറച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാപനമായ ജൂപ്പിറ്റർ ക്യാപിറ്റലിനെ കുറിച്ച് യാതൊരു കാര്യവും ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റു വാഹനങ്ങളെക്കുറിച്ച് സെക്കൻഡ് ഹാൻഡ് ബൈക്കുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റു വാഹനങ്ങളെക്കുറിച്ചൊന്നും വെളിപ്പെടുത്തുന്നില്ല. കോടികൾ ആസ്തിയുള്ള രാജീവ് ചന്ദ്രശേഖർ 2021-22 നികുതി അടച്ചത് വെറും 680 രൂപ മാത്രമാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പറഞ്ഞു പോകാം. അതായത് സുപ്രീം കോടതി പറഞ്ഞത് പ്രധാനമായും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർ അറിയുക എന്ന് പറയുന്നത് അത് സമ്പൂർണ്ണമല്ല എന്നുള്ളതാണ്. എല്ലാ വിവരങ്ങളും അറിയേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ ആഡംബര ജീവിതം വ്യക്തമാക്കാനുള്ളവ മാത്രം സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കിയാൽ മതിയെന്നും എല്ലാ ജംഗമ വസ്തുക്കളും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും വോട്ടർമാർ അറിയേണ്ട കാര്യമില്ല. വാഹന വിവരം വെളിപ്പെടുത്താത്തത് അഴിമതിയല്ല എന്നുള്ള നിരീക്ഷണവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഒരു വിഷയം നിലനിൽക്കുകയും സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിന്റെ ഭാവി എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.